യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ലോകമെമ്പാടുമുള്ള ഷാലോം ടി വി പ്രേക്ഷകരെ പുറപ്പാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോർദാൻ നദിയിൽ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്നാപയോഹന്നാനിൽ നിന്ന് പാപരഹിതനായ ക്രിസ്തു എന്തിനു സ്വീകരിച്ചു? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചൻ ഇതിനുള്ള ഉത്തരവുമായി നമ്മോടൊപ്പം ചേരുന്നു. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനമാണ് സ്നാപയോഹന്നാൻ പരികർമ്മം ചെയ്തിരുന്നത്. ആ സ്നാനം യേശു സ്വീകരിച്ചതായി ബൈബിൾ പറയുന്നുണ്ട്. എന്തിനാണ് പാപമില്ലാത്തവനായ യേശു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിച്ചത്? ആദിമസഭയിൽ ഏറ്റവും തലവേദന ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് യേശു ഈ സ്നാനം സ്വീകരിച്ചു എന്നത്. വാസ്തവത്തിൽ നമ്മളെയും ഞെട്ടിക്കുന്നൊരു സംഗതിയാണ് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനം യേശു സ്വീകരിച്ചു. നമ്മുടെ ഞെട്ടൽ അന്ന് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് സ്നാപകൻ്റെ വാക്കുകളിൽ. സ്നാപകൻ യേശുവിനോട് ചോദിച്ചു, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? അതിന് യേശു പറഞ്ഞു, ഇപ്പോൾ നീ ഇതിന് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാക്കുകളാണിത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. സർവ്വനീതിയും പൂർത്തിയാക്കുക. ഏത് നീതിയാണ്, സർവ്വനീതിയാണ് യേശു പൂർത്തിയാക്കിയത്? അത് തിരിച്ചറിയാൻ 3 പാഠങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പുറകിൽ നിന്ന് മുമ്പോട്ട് വായിക്കുകയാണ്. അത് അപ്പോൾ എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. 16-ാമത്തെ അധ്യായത്തിൽ കേസറിയ ഫിലിപ്പിൽ വെച്ച് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ ശിമയോൻ മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അതിന് മറുപടിയായി യേശു പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത് തന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. യോനായുടെ പുത്രനായ ശിമയോൻ, അതിൽ വല്ല അസ്വാഭാവികത ആരെങ്കിലും കാണുന്നുണ്ടോ? ചില തർജ്ജമകളിൽ ബർ യോന, ബർ എന്ന് പറഞ്ഞാൽ മകൻ, പുത്രൻ. യോന, യോനായുടെ മകൻ എന്നാണ്. ബൈബിള് ഒരല്പം സീരിയസ് ആയി വായിക്കുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം ഇവിടെ അനുഭവപ്പെടാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ യേശു ഈ ശിമയോനെ സംബുദ്ധി ചെയ്ത് പറയുന്നത്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, ഇവരെക്കാളധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്. ശിമയോൻ്റെ അപ്പൻ്റെ പേരെന്താ? 4-ാം സുവിശേഷം അനുസരിച്ച് യോഹന്നാൻ എന്നാണ്. പക്ഷെ മത്തായിൽ ശിമയോൻ്റെ അപ്പൻ്റെ പേരെന്താണ്? യോന എന്നാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ചിലർ പറയും യോഹന്നാനും യോനായും ഒന്ന് തന്നെയാണ്. അല്ലെന്നാണ് എൻ്റെ പക്ഷം. പഴയ നിയമത്തിൽ അബ്രാം, അബ്രാഹം
ആയി, സാറായി, സാറ, ഇങ്ങനെ പേര് മാറ്റമുണ്ട്. യാക്കോബ്, ഇസ്രായേൽ. ശിമിയോൻ്റെ പേര് യേശു പത്രോസ് എന്നാക്കി മാറ്റുന്നുണ്ട്. നീ പത്രോസാണ്, ഈ പാറയിൽ ഞാൻ ഭവനം പണിയും, പള്ളി പണിയും. പക്ഷേ പേര് മാത്രമല്ല, അപ്പൻ്റെ പേരും കൂടി മാറ്റിയ ഒരേ ഒരു വ്യക്തിയാണ് ശിമിയോൻ പത്രോസ്. യോഹന്നാൻ എന്ന പേര് യോന എന്നാക്കി മാറ്റുന്നു യേശു. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ആരാണ് യോന? അത് തിരിച്ചറിയാൻ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വരികയാണ്, സുവിശേഷത്തിന് മുമ്പോട്ട് വരികയാണ്. 12-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ യേശുവിനോട് ചില അടയാളങ്ങൾ ചോദിക്കുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അടയാളങ്ങൾ. അതായത് യേശു ദൈവമാണ് തെളിയിക്കാൻ, ദൈവമാണ് തെളിയിക്കാൻ ചില അടയാളങ്ങൾ വേണം. അന്നും നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ പറയും, ചില അടയാളങ്ങൾ കാണിക്കുക, അപ്പം ഞങ്ങൾ വിശ്വസിക്കാം. യേശു അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? ഒരു അടയാളവും നൽകപ്പെടുകയില്ല യോനായുടെ അടയാളമല്ലാതെ. എന്താണ് യോനായുടെ അടയാളമെന്നും യേശു അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. യോന 3 ദിവസം മത്സ്യത്തിനുള്ളിലായിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കുള്ളിലായിരിക്കും. Like Yona was in the belly of the fish for 3 days, the Son of Man will be in the belly of the earth for 3 days. യേശു സ്വയം അവതരിപ്പിച്ചത് യോന ആയിട്ടാണ്. യോനായെ പോലെ ഞാനും, യോന മത്സ്യത്തിനുള്ളിലായിരുന്ന പോലെ ഞാൻ ഭൂമിക്കുള്ളിലായിരിക്കും. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ യോന ആയിട്ട് യേശു സ്വയം അവതരിപ്പിച്ചു. 16-ാമത്തെ അധ്യായത്തിൽ ശിമിയോനെ ബർ യോന, യോനായുടെ പുത്രൻ എന്ന് വിളിച്ചു. അപ്പോൾ പത്രോസ്, ശിമിയോൻ പത്രോസ് യേശുവിൻ്റെ പുത്രനാണ്. ശാരീരിക പുത്രനല്ല, ആത്മീയ പുത്രൻ. അവനെ സഭയുടെ 1-ാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതുമായിട്ടും നീ പാറയാണ്, ഈ പാറ പള്ളി പണിയുന്നതുമായിട്ടും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ആത്മീയ പിന്തുടർച്ചയാണ് ശിമിയോൻ പത്രോസ്. അത് ഇപ്പോഴത്തെ മാർപ്പാപ്പമാരെ പിന്തുടർച്ചയ്ക്കുള്ള ഏറ്റവും ശക്തമായ വചനം കൂടിയാണത്. നമ്മളതല്ല പരിഗണിക്കണേ എന്നതുകൊണ്ട് നമ്മളതിലേക്ക് കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് യോനായുടെ പുത്രനെന്ന് യേശു ശിമിയോനെ വിളിച്ചതിന് ഉത്തരം കിട്ടുകയാണ്. യേശുവാണ് പുതിയ നിയമത്തിലെ യോന. അവൻ്റെ പുത്രനാണ്, ആത്മീയ പിന്തുടർച്ചാവകാശിയാണ് ശിമിയോൻ പത്രോസ്. പുതിയ നിയമത്തിലെ യോന യേശുവാണ് എന്ന് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നെങ്കിൽ, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ മാമോദീസയിലേക്ക് പോയാൽ എന്തുകൊണ്ട് യേശു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിച്ചെന്നതിന് ഉത്തരം കിട്ടും. വീണ്ടും യോനായുടെ കഥ തന്നെയാണ് അവിടെയും നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള താക്കോല്. കപ്പൽ, നിനേവിലേക്ക് പോകുന്ന കപ്പലിൽ കയറി യോന. കടലിൽ കടൽക്ഷോഭമുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ പാപം ചെയ്തതുകൊണ്ടാണ് ഈ തിന്മകളുണ്ടാകുന്നത് എന്ന സങ്കല്പമാണ്. യോന എന്താണ് ഈ കപ്പലിൽ ഉള്ളവരോട് പറഞ്ഞത്? പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിയൂ. അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ യേശുവും സ്നാപയോഹന്നാനോട് പറയുകയാണ്, എല്ലാവരുടെയും പാപങ്ങൾക്ക് മോചനത്തിന് വേണ്ടി അതിന് ഈ വെള്ളം കൊണ്ടുള്ള സ്നാനം പോരാ. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അനുതാപത്തിൻ്റെ സ്നാനം അത് പോരാ. അതിന് എന്നെ എടുത്ത് നീ വെള്ളത്തിലേക്ക് ഇടുക. പാപികളുടെ സ്ഥലത്തേക്ക് കർത്താവ് ചുവട് വെച്ച് കയറി ചെന്ന് സ്നാപയോഹന്നാനോട് പറയുകയാണ്, മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി എന്നെ ഈ വെള്ളത്തിലേക്ക് എറിയാം. കാരണം ഈ ജലസ്നാനം കൊണ്ട് പാപത്തിന് പരിഹാരമാകില്ല. ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ ഒരുവൻ എല്ലാവരുടെ പാപവും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്താലേ പൂർണ്ണമാകൂ. എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടൂ എന്നാണ് യേശു സ്നാപയോഹന്നാനോട് പറയുന്നത്. അത് മനസ്സിലാക്കാൻ 2 ടെക്സ്റ്റ് കൂടി നമുക്ക് പഴയ നിയമത്തിലേത് പരിശോധിക്കാം. പുറപ്പാട് പുസ്തകം 32:32 മോശയുടെ ശക്തമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഒറ്റ പ്രാവശ്യം സംഭവിച്ചതായിട്ടല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽക്കാർ പാപം ചെയ്യുമ്പോഴൊക്കെ മോശ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് ദൈവത്തോട് പറയും, എൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയുക, അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയുക. വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണത്. ബ്ലോട്ട് ഔട്ട് ദ സിൻസ് ഓഫ് മൈ പീപ്പിൾ, ഇഫ് നോട്ട്
ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ഓഫ് ലൈഫ്. എൻ്റെ ജനത്തിന്റെ പാപം നീ മായ്ച്ചു കളയണം, ഇല്ലെങ്കിൽ എൻ്റെ പേര് നീ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയണം. ഓരോ പ്രാവശ്യവും ദൈവം ആ പ്രാർത്ഥന കേട്ടു. എന്നിട്ട് ദൈവം എന്ത് ചെയ്യും? ഇസ്രായേലിന്റെ പാപങ്ങൾ മുഴുവൻ മോശയുടെ മേലിടും. അങ്ങനെ മോശ ഒരു പാപ കൂമ്പാരമായി ജോർദാൻ നദിക്ക് അക്കരെ, വാഗ്ദാന ദേശത്തിന് അക്കരെ മരിക്കുന്നു. വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ പറ്റാതെ ജനത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് അപ്പുറത്ത് മരിക്കുന്നു. യേശു ഇസ്രായേൽക്കൊക്കെ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണേ, അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ യേശു മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവൻ യേശുവിൻ്റെ മേൽ ദൈവം ഇടുകയാണ്. എന്നിട്ട് അവനും വിശുദ്ധ നഗരത്തിന് വെച്ച് കൊല്ലപ്പെടുന്നു. വിശുദ്ധ നഗരത്തിന് പുറത്ത് വെച്ചാണ് യേശു കൊല്ലപ്പെട്ടതെന്ന് ഹെബ്രായ ലേഖനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മോശയുടെ അതേപോലത്തെ ഒരു രൂപം ഏശയ്യായുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നമുക്കൊരു വളരെ രഹസ്യാത്മകതയുള്ള ഒരു ഫിഗറാണ് ദൈവത്തിൻ്റെ ദാസൻ, യഹോവയുടെ ദാസൻ. അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കണം, അങ്ങനെ ഒരു സങ്കല്പം. അതാണ് സഹനദാസനെ കുറിച്ചുള്ളത്. ഈ മോശ, സഹനദാസൻ, ഈ രണ്ട് സങ്കല്പങ്ങളും മനുഷ്യകുലത്തിൻ്റെ സങ്കല്പങ്ങളാണ്. തങ്ങൾക്ക് വേണ്ടി പകരക്കാരനാകാൻ ഒരാൾ വേണം. ആ പകരക്കാരനായിട്ടാണ് പാപികളുടെ സ്ഥലത്തേക്ക് യേശു ചുവടുവെച്ച് ചെന്ന് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന് സ്നാനം അവൻ സ്വീകരിച്ച് പാപങ്ങൾ അവൻ്റെ മേലേക്ക് അങ്ങിട്ടു. ഇത് കോരിന്തോസ് സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി. നമുക്ക് വേണ്ടി പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിന് തത്തുല്യമായ ഒരു സംഗതി യേശു തന്നെ പറയുന്നുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇതേക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രസംഗത്തിൽ കൊല്ലുന്ന സർപ്പവും രക്ഷിക്കുന്ന സർപ്പവും എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്. സർപ്പം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പ്രതീകമാണ്. ആദിമ സർപ്പം പാപം കൊണ്ടുവന്ന ആ പ്രതീകമാണ്. അപ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. ഇപ്പം മനുഷ്യപുത്രനാണ് സർപ്പമായി മാറണേ. ആരാണ് മനുഷ്യപുത്രൻ? മനുഷ്യൻ്റെ മകനാണ്, എന്നാൽ സ്വർഗത്തിലാണ്. അപ്പോൾ ദൈവവും മനുഷ്യനുമായ വ്യക്തിയാണ് മനുഷ്യപുത്രൻ എന്ന വാക്ക് ബൈബിൾ ഉപയോഗിക്കണേ. ദൈവവും മനുഷ്യനുമായ വ്യക്തി, അങ്ങനെയുള്ള വ്യക്തി എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ്. നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ വീഴുമ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിക്കുക? പാപങ്ങൾ തന്നെ കത്തിപ്പോകും. കാരണം അവൻ സ്നേഹാഗ്നിയാണ്, കത്തുന്ന മുൾപ്പടർപ്പാണ്. അപ്പം നമ്മുടെ പാപങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതാണ് സർപ്പപ്രതീകം. നമ്മുടെ പാപങ്ങൾ സർപ്പമാണ്. പക്ഷെ യേശു സർപ്പമായി മാറുകയാണ്. പക്ഷെ അവൻ ദൈവമായതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അവനിലേക്ക് ആവാഹിക്കുമ്പോൾ പാപം തന്നെ കത്തിപ്പോകുകയാണ്. ഇതാണ് യോഹന്നാൻ പറഞ്ഞത്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപങ്ങളെല്ലാം എൻ്റെ മേലിടുക എന്ന് യേശു യോഹന്നാനോട് പറയുകയാണ്. എല്ലാ പാപങ്ങളും അവൻ്റെ മേൽ വീഴുമ്പോൾ, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ മേൽ വീഴുമ്പോൾ അവൻ ദൈവമായതുകൊണ്ട്, സ്നേഹാഗ്നിയായതുകൊണ്ട്, കത്തുന്ന മുൾപ്പടർപ്പായതുകൊണ്ട് പാപങ്ങൾ കത്തിപ്പോകുന്നു, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. കത്തുന്നെങ്കിലും എരിഞ്ഞ് ചാമ്പലാകാത്ത അഗ്നിയാണവൻ. നമ്മുടെ പാപങ്ങൾ കത്തിച്ച് കളയും, നമ്മെ കത്തിച്ച് കളയില്ല, നമ്മെ ജീവനിലേക്ക് എടുത്തു വയ്ക്കും. ഇതാണ് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനം യേശു സ്വീകരിക്കാൻ കാരണം. അങ്ങനെയെങ്കിൽ അവിടെ തന്നെയാണ് നമ്മുടെ കുമ്പസാരത്തിൻ്റെ ഒരു രഹസ്യം കിടക്കുന്നത്. യേശു ആരുടെ മുമ്പിലാണ് കുമ്പിട്ടത്? സ്നാപയോഹന്നാൻ്റെ, കേവലം മനുഷ്യനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു എന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു ഒരു മനുഷ്യനോട്. അവന് വ്യക്തിപരമായ പാപങ്ങളുണ്ടോ? ഇല്ല. പാപമില്ലാത്തവനാണ് യേശു. പിന്നെ ഏത് പാപങ്ങളാണ് അവൻ ഏറ്റുപറഞ്ഞത്? ലോകത്തിൻ്റെ പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ മുഴുവൻ അവൻ ഏറ്റുപറഞ്ഞ്, ആ പാപങ്ങളെല്ലാം അവൻ ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിക്കുന്നു. ദൈവത്തോട് നേരിട്ടങ്ങ് പറയാമായിരുന്നില്ലേ യേശുവിന്? അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല. അതാണ് അതിൻ്റെ രീതി. യേശു സ്നാപയോഹന്നാന്റെ മുമ്പിൽ തന്നെ താഴണം. ഇങ്ങനെ നമ്മളൊന്ന് എളിമപ്പെടുത്തുന്ന രീതിയാണ് വാസ്തവത്തിൽ കുമ്പസാരം. വേറൊരു സംഭവം കൂടി ഓർത്താൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. ഡമാസ്കസിലേക്ക് പോകുന്ന പൗലോസ് അവിടെ വെച്ച് വീഴുന്നു. കർത്താവിനോട് ചോദിക്കുന്നു, നീ ആരാണ്? കർത്താവ്, നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണമെന്ന് യേശു അവിടെ മുഴുവൻ വെളിപ്പെടുത്തിയില്ല. പകരം പറഞ്ഞത്, നീ നഗരത്തിൽ ചെന്ന് അനനിയാസ് എന്ന ശിഷ്യനെ കാണുക, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിനങ്ങ് സുഖപ്പെടുത്താമായിരുന്നില്ല ഇവനെ അന്ധതയ്ക്ക്? യേശു നേരിട്ടല്ല ചെയ്തത്. പൗലോസിനെ അനനിയാസ് എന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് അയച്ചു. അനനിയാസ് സാവോള് അല്ലെങ്കിൽ പൗലോസിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അവൻ അന്ധത മാറി. അനനിയാസാണ് അവന് മാമോദിസ മുക്കിയതും പാപങ്ങൾ പൊറുത്തതും. ഇത് സഭയിൽ കർത്താവ് സംവിധാനം ചെയ്തിരിക്കുന്ന രീതിയാണ്. ഏക സൃഷ്ടാവ് ദൈവമല്ലേ? പക്ഷെ ഇന്ന് അവൻ സൃഷ്ടിക്കുന്ന എങ്ങനെയാണ്? മനുഷ്യരായ ദമ്പതികളിലൂടെ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിലൂടെയാണ്. അവൻ ഏക സൃഷ്ടാവ് തന്നെയാണ്. എങ്കിലും ആ സൃഷ്ടികർമ്മത്തിൽ നമ്മെ പങ്കാളികളാക്കുന്നു. ഏക മധ്യസ്ഥനാണ്, പക്ഷേ അവൻ്റെ മധ്യസ്ഥത്തിൽ നമ്മെ അവൻ പങ്കാളികളാക്കുന്നു. ഇതേ രീതി തന്നെയാണ് ഇവിടെയും. സഭ എന്ന് പറയുന്നത് യേശുവിൻ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മ സ്വീകരിച്ചവർക്കാണ് ഇങ്ങനെയുള്ള പാപമോചനത്തിൻ്റെ അധികാരം കർത്താവ് കൊടുത്തിരിക്കുന്നത്. അതിനാൽ സഭയുടെ മധ്യസ്ഥത വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ യേശു ഈ കൂദാശ സ്ഥാപിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടുമെന്നാണ്. അപ്പോൾ കുമ്പസാരത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി അറിയണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കുമ്പസാരക്കൂടെ ഒരു വാഷിംഗ് മെഷീനാണെന്ന്, അല്ലെങ്കിൽ അലക്കുകല്ല്. നമ്മൾ ചില പാപങ്ങൾ ചെയ്തു, നമ്മുടെ ശരീരം ആകെ ഡേർട്ടിയായി, വൃത്തികേടായി, നമ്മൾ പാപങ്ങൾ അച്ഛനോട് പറയുക, അങ്ങ് തീർന്നു. അങ്ങനെ മാത്രം കരുതിയാൽ കുമ്പസാരക്കൂടെ ആകില്ല. തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ കർത്താവിൻ്റെ മേലെ ഇടുന്നതാണ് നമ്മുടെ കുമ്പസാരം. കത്തുന്ന മുൾപ്പടർപ്പാൻ്റെ പ്രതിനിധിയായിട്ടാണ് അച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കണേ. അപ്പോൾ നമ്മുടെ പാപങ്ങൾ അച്ഛനോട് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മൾ കർത്താവിലേക്ക് ഇടുകയാണ്, കത്തുന്ന മുൾപ്പടർപ്പിലേക്ക് ഇടുകയാണ്, അത് കത്തിപ്പോകും. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. കുമ്പസാരത്തെക്കുറിച്ചുള്ള മനോഹരമായ വ്യാഖ്യാനം കർത്താവ് ധൂർത്തപുത്രൻ്റെ കഥയിൽ പറയുന്നുണ്ട്. ധൂർത്തപുത്രൻ അപ്പനിൽ നിന്ന് ദൂരെ പോയി, വിദേശത്ത് പോയി, അവിടെ അടിമയായി, എല്ലാം നഷ്ടപ്പെടുത്തി. പിന്നീട് അവന് സുബോധമുണ്ടായി എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ. യേശു പറഞ്ഞ വാക്ക് ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ സുബോധമുണ്ടായി എന്നല്ല പറയേണ്ടത്, അവൻ തന്നിലേക്ക് തന്നെ വന്നു എന്നാണ്. പിതാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ തന്നിൽ നിന്ന് തന്നെയാണ് അകന്നു പോകണേ, തൻ്റെ സ്വത്വത്തിൽ നിന്നാണ് അകന്നു പോകണേ. പിതാവിലേക്ക്, ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നാം നമ്മെ തന്നെ കണ്ടെത്തുകയാണ്. അങ്ങനെ തന്നെ കണ്ടെത്തി അപ്പനോട് പറയേണ്ട കുമ്പസാരമെല്ലാം റിഹേഴ്സൽ നടത്തി ഈ മകൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ദൂരെ വെച്ച് തന്നെ അപ്പൻ മകനെ കണ്ടു. അപ്പൻ ഓടി ചെല്ലുകയാണ്, മുറ്റത്തോട് ഓടുകയാണ് റോട്ടിലേക്ക്. ഇപ്പോൾ കുട്ടികൾ പള്ളിയിൽ ഓടാം, റോട്ടിൽ ഓടാം. മുതിർന്നവരങ്ങനെ ചെയ്യുമോ? അത് ചെയ്യില്ല. അതൊരു മാനേഴ്സ് അല്ല, അതൊരു മര്യാദയല്ല. പക്ഷേ ഈ അപ്പൻ മര്യാദയെല്ലാം ലംഘിച്ച് മുറ്റത്തോടെ ഓടി റോട്ടിലേക്ക് ഓടുക. എന്തിനാണ് ഈ അപ്പൻ ഇങ്ങനെ മുറ്റത്തേക്ക് ഓടണേ? അതിലൂടെ എന്താണ് ഈ അപ്പൻ വെളിപ്പെടുത്തണേ? ദൈവം എന്താണ് വെളിപ്പെടുത്തണേ? രണ്ട് തരം മാനസാന്തരമുണ്ട്. പഴയ നിയമത്തിൽ അവസാനത്തെ വാചകം മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, അവൻ വന്ന് മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ മാതാപിതാക്കളിലേക്കും തിരിക്കുമെന്നാണ്. അപ്പം മാതാപിതാക്കളുടെ അപ്പൻ്റെ ഹൃദയം മക്കളിലേക്ക് തിരിക്കുക, മക്കളുടെ ഹൃദയം അപ്പനിലേക്ക് തിരിക്കുക. രണ്ട് തരം മാനസാന്തരമുണ്ട്. ഇവിടെ ഈ അപ്പൻ്റെ ഹൃദയം, ധൂർത്തപുത്രൻ്റെ അപ്പൻ്റെ ഹൃദയം, അതിന് മാനസാന്തരം വരികയാണ്. ചീത്ത ജീവിതത്തിൽ നല്ല ജീവിതത്തിലേക്ക് വരുന്നത് മാനസാന്തരമാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് വരുന്നത് മാനസാന്തരമാണ്. അത് മാത്രമല്ല, ചെറിയ സ്നേഹത്തിൽ നിന്ന് വലിയ സ്നേഹത്തിലേക്ക് വരുന്നതും മാനസാന്തരമാണ്. ഈ അപ്പനൊരു മാനസാന്തരം വരികയാണ്. ദൈവത്തിൻ്റെ കഥയാണെന്ന് പറയണമെന്ന് ഓർക്കണം. ദൈവത്തിനൊരു മാനസാന്തരം വരുന്നു. എന്താണ്? ഈ മകൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അപ്പൻ സ്നേഹിച്ചിരുന്നു, പക്ഷേ മോന് ബോധ്യം വന്നില്ല. ഇപ്പോൾ അതുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പം തിരിച്ചു വരിക. ഈ അപ്പന് അവനെ ബോധ്യപ്പെടുത്താനുണ്ട് മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെന്ന്. മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന ബോധ്യം, അല്ലെങ്കിൽ ആ ബോധ്യപ്പെടുത്തലാണ് ഈ റോഡിലൂടെ ഓടുന്നതിലൂടെ അപ്പൻ ചെയ്യുന്നത്. നാണക്കേട് സഹിക്കാതെ, അതൊന്നും ഗവനിക്കാതെ, നാണക്കേടൊന്നും ഗവനിക്കാതെ, നാട്ടുകാരോ മറ്റുള്ളവർ പറയുന്നതൊന്നും ഗവനിക്കാതെ ഈ റോട്ടിലൂടെ ഓടുകയാണ് മോനെ സ്വീകരിക്കാൻ. നീ ഇവിടെ മുമ്പുണ്ടായിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ചതിനേക്കാൾ ഇരട്ടിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അപ്പൻ. അപ്പൻ മകനിലേക്ക് തിരിയാണ്. അപ്പൻ്റെ മാനസാന്തരം, ചെറിയ സ്നേഹത്തിൽ നിന്ന് വലിയ സ്നേഹത്തിലേക്കുള്ള മാനസാന്തരം.
അപ്പോൾ ഈ മകൻ അവൻ പഠിച്ചു വെച്ച കുമ്പസാരം അവൻ ഏറ്റു പറയാണ്, പിതാവേ, നിനക്കെതിരെയും സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, ഒരു ബാല്യക്കാരനായി. അങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അപ്പം പറയാണ്, പെട്ടെന്ന് ആദ്യ വസ്ത്രം കൊണ്ടുവന്ന് അവൻ ഉടുപ്പിക്കുക. മേൽത്തരം വസ്ത്രം എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യണേ, ദ ബെസ്റ്റ് റോബ്. സഭാപിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിച്ചത് ദ ഫസ്റ്റ് റോബ് എന്നാണ്, ആദ്യ വസ്ത്രം. എന്താണ് ആദ്യ വസ്ത്രം? ആദ്യ വസ്ത്രം എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതിന് മുമ്പുള്ള വരപ്രസാദാവസ്ഥയാണ്. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ ചെയ്യുന്നത് ഇതുതന്നെയാണ്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളെല്ലാം കത്തുന്ന മുൾപ്പുറപ്പായി യേശുവിൽ വീണ് അത് കത്തിപ്പോയി, പാപങ്ങൾക്ക് പരിഹാരമായി, തീർന്നില്ല. ആ സമയത്ത് പിതാവായ ദൈവം അവൻ്റെ മാലാഖമാരോട് പറയുന്നത്, ഈ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നവനെ മേൽത്തരം വസ്ത്രം ഉടുപ്പിക്കുക, അതായത് ആദ്യ വസ്ത്രം ഉടുപ്പിക്കുക. അവന് വരപ്രസാദത്തിൻ്റെ ആദ്യ വസ്ത്രം കൊടുത്ത് നഷ്ടപ്പെട്ട എല്ലാ അന്തസ്സും തിരിച്ചു കൊടുക്കാനാണ്. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണേ, കുമ്പസാരക്കൂട് അലക്ക് കല്ലല്ല, വാഷിംഗ് മെഷീൻ അല്ല. വരപ്രസാദത്തിൻ്റെ ആദ്യ വസ്ത്രം സ്വീകരിച്ച് പാപം ചെയ്തതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമ്മെ പുനഃപ്രതിഷ്ഠിക്കുന്ന ദൈവവുമായുള്ള കൂടിക്കാഴ്ചയാണ്, അപ്പനും മകനും നമ്മളെ കൂടിക്കാഴ്ചയാണ് കുമ്പസാരക്കൂട്. അപ്പോൾ 3 പേരെയും നമ്മൾ കുമ്പസാരക്കൂട്ടിൽ കാണുകയാണ്. മകൻ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് പാപങ്ങൾ മോചിക്കുന്നു. പിതാവ് വരപ്രസാദത്തിൻ്റെ ആദ്യ വസ്ത്രം നമ്മെ പുതപ്പിച്ച് നമ്മെ കൃപയുടെ വരപ്രസാദത്തിൻ്റെ അന്തസ്സിലേക്ക് നമ്മെ എടുത്തു വയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ വരദാനങ്ങൾ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നു. നമ്മളോ പത്രോസിനെ പോലെ, ഞാൻ പാപിയാണ് കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോ എന്ന് പറഞ്ഞ് അങ്ങേയറ്റം എളിമയോടെ മുട്ടുകുത്തി നമ്മളെ നാണക്കോടെ നിൽക്കുകയാണ്. ഈ ഒരു സംഗതിക്ക് നമ്മൾ സ്വയം അനുവദിക്കേണ്ടതുണ്ട്. അത് പാദക്ഷാളനത്തിൻ്റെ രംഗത്ത് കർത്താവ് അവതരിപ്പിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ കാലുകൾ കഴുകാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യു ഹാവ് എ പാർട്ട് വിത്ത് മീ, എന്നോടുകൂടെ പങ്കില്ല. അപ്പോൾ പത്രോസിനാകെ വിഷമായി. അങ്ങനെയെങ്കിൽ എൻ്റെ പാദം മാത്രമല്ല, എനിക്കൊരു സമ്പൂർണ്ണ കുളി വേണമെന്നായി പത്രോസ്. കർത്താവ് പറഞ്ഞു, അത് വേണ്ട, കുളി കഴിഞ്ഞവൻ്റെ ശരീരം ആസകലം ശുദ്ധമാണ്, പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. എന്താണ് കുളി? എന്താണ് പാദം കഴുകണമെന്ന് യേശു പറയണേ? കുളി എന്നവിടെ ഉദ്ദേശിക്കുന്നത് മാമോദീസയാണ്. കുളി കഴിഞ്ഞവൻ്റെ, മാമോദീസ കഴിഞ്ഞവൻ ആകമാനം ശുദ്ധനാണ്. കാരണം ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപത്തിനും എല്ലാം മോചനം കൊടുത്ത് ശുദ്ധനാണ്. പക്ഷേ അതിനുശേഷം പാപം ചെയ്തിട്ടുണ്ടവൻ. ആ പാപങ്ങൾ കഴുകിക്കളയാൻ യേശുവിനെ അനുവദിക്കണമെന്നാണ് പത്രോസിനോട് യേശു പറയുന്നത്. ഈ മാമോദിസയ്ക്ക് ശേഷമുള്ള ശുദ്ധീകരണം, കുളി കഴിഞ്ഞവൻ്റെ ആകമാനം ശുദ്ധമാണെങ്കിലും കാലുകൾ കഴുകണം എന്ന് യേശു പറഞ്ഞത് മാമോദിസയ്ക്ക് ശേഷമുള്ള പാപങ്ങൾ കഴുകാൻ യേശുവിനെ അനുവദിക്കണമെന്നാണ്. അങ്ങനെ അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് യേശുവിനോടുകൂടെ പങ്കില്ല. അങ്ങനെ മാമോദിസ സ്വീകരിച്ചവരായ നാം, കുളി കഴിഞ്ഞവരായ നാം, നമ്മുടെ പിന്നീടും പാപം ചെയ്ത് കാലിൽ ചെളി നിറഞ്ഞ വൃത്തികേട് ആയ ആ കാലുകൾ കഴുകാനായി യേശുവിൻ്റെ അടുക്കൽ പോകുന്നതും അവൻ നമ്മൾ കാല് കഴുകാനായി നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നതുമാണ് കുമ്പസാരക്കൂട്ടിൽ നടക്കണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി വേണേൽ പറയാം, യേശു കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുകയാണ്. ഈ അച്ഛൻ്റെ രൂപത്തിൽ യേശു കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുകയാണ്. നമ്മൾ പാപിനിയായ ആ സ്ത്രീയെ പോലെ ചെല്ലുകയാണ്. അവൻ്റെ മുമ്പിൽ, അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ, അവൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മളാകെ നമ്മുടെ നിയന്ത്രണം വിട്ടു പോകുകയാണ്. നമ്മൾ കരയാണ്. ആ കരച്ചിൽ, ആ കണ്ണീര് അവൻ്റെ പാദത്തിൽ വീഴുകയാണ്. അന്ന് പാപിനിയ സ്ത്രീയുടെ കണ്ണീര് പാദത്തിൽ വീണപ്പോൾ ആ കാൽപാദങ്ങളിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നില്ല, മുറിവുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ കണ്ണീര് വീഴുമ്പോൾ അവിടെ മുറിവുകളുണ്ട്, സ്നേഹത്തിൻ്റെ മുറിവുകൾ, അനുസരണത്തിൻ്റെ മുറിവുകൾ. നമ്മൾ ആ കാൽപാദങ്ങൾ തുടച്ച് അത് ഇങ്ങനെ ചുംബിക്കുകയാണ്. കർത്താവിനെ നമ്മൾ തൊടുകയാണ്. അപ്പോൾ കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയും, നീ അധികം സ്നേഹിച്ചു, അതിനാൽ നിൻ്റെ അതിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ആ എളിമപ്പെടുത്തൽ, കുമ്പിടുന്നതിൽ ഈ ഈ ഈ കാര്യമാണ് നമ്മൾ ചെയ്യണേ. കർത്താവിൻ്റെ കാൽപാദങ്ങൾ നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ കണ്ണീര് കൊണ്ട് അവൻ്റെ കാൽപാദങ്ങൾ കഴുകുമ്പോൾ അവൻ സ്നേഹം കൊണ്ട് നമ്മെ വലയം ചെയ്യുകയാണ്.
അപ്പോൾ പിന്നെ ഒരു സംശയം, ഈ അച്ഛന്മാരൊക്കെ പാപികളല്ലേ? അതെ, അച്ഛന്മാർ പാപികളല്ലാത്തത് കൊണ്ടല്ല അവിടെ ഇരിക്കണേ. പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്നാണ് യേശു പറഞ്ഞത്. എല്ലാ മനുഷ്യരും പാപികളാണ്. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾ വിശുദ്ധരായതുകൊണ്ട് മാത്രമാണ് സ്നേഹിക്കണേ. അവരെന്തെല്ലാം കുറുമ്പ് കാണിക്കണം, എന്തെല്ലാം വികൃതി കാണിക്കണം. എന്നിട്ടും മാതാപിതാക്കൾക്ക് അവരെ വെറുക്കാനോ തള്ളിക്കളയാനോ പറ്റുമോ? കേവലം മനുഷ്യരായ നമുക്ക് നമ്മുടെ മക്കൾ അവരെത്ര വലിയ തെറ്റ് ചെയ്താലും അവരെ സ്നേഹിക്കാനേ പറ്റുമെങ്കിൽ ദൈവം തന്നെയായ സ്നേഹം തന്നെയായ ദൈവത്തിന് ഏത് മനുഷ്യരെയാണ് വെറുക്കാനും തള്ളിക്കളയാനും കഴിയുക? അവൻ പാപികളൊക്കെ ആലിംഗനം ചെയ്യാണ്. ആ ആലിംഗനമാണ് വാസ്തവത്തിൽ ഈ അഭിഷേകം എന്ന് പറയണേ. അച്ഛനെ നമ്മൾ ശ്രവിക്കുകയായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മാമോദീസ എന്ന കൂദാശയിലൂടെ സ്വർഗീയ തീരമണയാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ